കോൺഗ്രസ് എം പി ഗൗരവ് ഗൊഗോയിയുടെ ഭാര്യയുടെ പാക് ബന്ധം ആവർത്തിച്ച് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമായി സർക്കാരിനെ അട്ടിമറിക്കാൻ എലിസബത്ത് പദ്ധതി തയ്യാറാക്കി. ബ്രിട്ടീഷ് പൗരത്വമുള്ള എലിസബത്ത് കോർബെൻ ഗൊഗോയ്ക്ക് പാകിസ്ഥാനിയായ അലി തൗഖിർ ഷെയ്ഖുമായി അടുത്ത ബന്ധം. എലിസബത്ത് ഗൊഗോയ് വിവാഹത്തിന് മുമ്പ് 3 തവണയും വിവാഹത്തിന് ശേഷം 9 തവണയും പാകിസ്ഥാൻ സന്ദർശിച്ചു. ഗൗരവ് ഗൊഗോയ് പാകിസ്ഥാനിലേക്ക് രഹസ്യ സന്ദർശനം നടത്തിയെന്നും ഹിമന്ത ബിശ്വ ശർമ്മ. Now, interesting thing is that during the Congress period, era of UPA, he was allowed to visit India for 13 times. Ali Tokir Sheikh. Very interesting. Jijon Manuhar viewpoint against India. He criticized India in all the forum, but he was allowed to visit India 13 times. And all visit took in the time when Dr. Manmohan Singh was the Prime Minister of India and Elizabeth and Gaurav was closely connected to the power structure of India. He came from Pakistan 4 times, Dubai para 5 bar, Abu Dhabi para 2 bar, Afghanistan or para ebar, Thailand or para ebar. Every time India government has given him visa. വിശദാംശങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, വളരെ ഗുരുതരമായ ആരോപണം തന്നെയാണ് ഹിമന്ത ബിശ്വ ശർമ്മ ഉന്നയിച്ചിരിക്കുന്നതിൽ. പ്രധാനമായും അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? സുരേഷ്, ഗൗരവ് ഗൊഗോയ് അസമിൽ നിന്നുമുള്ള കോൺഗ്രസിൻ്റെ എം പിയാണ്, മുതിർന്ന നേതാവാണ്. അതേപോലെ തന്നെ ലോക്സഭയുടെ ഡെപ്യൂട്ടി പ്രതിപക്ഷ നേതാവ് കൂടിയാണ് ഗൗരവ് ഗൊഗോയ്. ഇയാളുടെ ഭാര്യ ബ്രിട്ടീഷ് പൗരത്വമുള്ള വ്യക്തിയാണ്. ഈ ബ്രിട്ടീഷ് പൗരത്വമുള്ള എലിസബത്ത് എന്ന് പറയുന്ന ഗൗരവ് ഗൊഗോയിയുടെ ഭാര്യയ്ക്ക് കൃത്യമായി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കുണ്ട് എന്നുള്ളതാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ആരോപിക്കുന്നത്. ഈ ഗൗരവ് ഗൊഗോയുമായിട്ടുള്ള കല്യാണത്തിന് മുമ്പ് ഇവർ പാകിസ്ഥാനിൽ പോയിരുന്നു. കല്യാണത്തിന് ശേഷം 9 തവണ ഇവർ പാകിസ്ഥാനിൽ പോയി എന്നുള്ളതാണ് പ്രധാനമായും ഹിമന്ത ബിശ്വ ശർമ്മ ആരോപിക്കുന്നത്. മാത്രമല്ല, ഗൗരവ് ഗൊഗോയും പാകിസ്ഥാനിൽ പോയിരുന്നു. പാകിസ്ഥാനിൽ പോയതിൻ്റെ കാരണം അന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ തൻ്റെ ഭാര്യ പാകിസ്ഥാനിലാണ് ജോലി ചെയ്യുന്നത് എന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. 2013 ഡിസംബർ 14 ഗൗരവ് ഗൊഗോയ് പാകിസ്ഥാനിലേക്ക് പോകുന്നത്. അവിടെ പാകിസ്ഥാനിലേക്ക് പോകുന്നതിലും അദ്ദേഹം ഒരു രഹസ്യ സ്വഭാവം പുലർത്തിയിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും അസം മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. അതായത് വാഗ ബോർഡർ വഴി അദ്ദേഹം പോവുകയായിരുന്നു. ഫ്ലൈറ്റ് മുഖേനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗ്ഗം മുഖേനയോ പോകാതെ ഒരു രഹസ്യ സ്വഭാവം ഇതിൽ കീപ്പ് ചെയ്തിരുന്നു. മാത്രമല്ല, അതിന് പാകിസ്ഥാനിൽ പോകുന്നതിന് തലേ ദിവസം വരെ ഇയാൾ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിരുന്നു. പിന്നീട് 10 ദിവസം പാകിസ്ഥാനിൽ കഴിഞ്ഞ 10 ദിവസം ഗൗരവ് ഗൊഗോയ്ക്ക് യാതൊരുവിധ ആക്ടിവിറ്റിയിലും സോഷ്യൽ മീഡിയ ആക്ടിവിറ്റിയും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ 10 ദിവസത്തിൽ ഈ ഗൗരവ് ഗൊഗോയ്ക്ക് പാകിസ്ഥാനിൽ നിന്നും ചില രഹസ്യ ട്രെയിനിങ്ങുകൾ, പരിശീലനങ്ങൾ ലഭിച്ചതായി സംശയിക്കുന്നു എന്നുള്ളതാണ് അസം മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. മാത്രമല്ല, അന്ന് ഈ പാകിസ്ഥാനിൽ ഗൗരവ് ഗൊഗോയ് പോയതിനൊരു വിശദീകരണം നൽകിയത് അത് തെറ്റായ കാര്യമാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. 2013 ഇയാൾ പോയപ്പോൾ അത് ഭാര്യയുടെ ജോലി അവിടെ ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ 2012 തന്നെ ഇവർ ഭാരതത്തിലേക്ക് മാറിയെന്നും 2012 ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലീഡ് ഇന്ത്യയിൽ അവർ ജോയിൻ ചെയ്തിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ പാകിസ്ഥാനിലെ അല്ലെങ്കിൽ പാകിസ്ഥാൻ സ്വദേശിയായിട്ടുള്ള അലി എന്ന് പറയുന്ന വ്യക്തിയുമായി എലിസബത്തിന് വളരെ ഗൂഢമായ ബന്ധമുണ്ട്. അത് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം തന്നെയാണ് അതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇതിൽ ഏതാണ്ട് 45 പേജുള്ള ഒരു റിപ്പോർട്ട് നേരത്തെ അലി ഇവർക്ക് ഈ എലിസബത്തിന് അയച്ചിരുന്നു. ഈ റിപ്പോർട്ട് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന് പ്രകാരം പറയുന്നത് ഭാരതത്തിൽ നരേന്ദ്രമോദി സർക്കാർ പ്രവർത്തിക്കുന്നിടത്തോളം കാലം തങ്ങളുടെ ലക്ഷ്യം നിറവേറാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സമാന്തര രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം, സർക്കാരിനെ കവച്ചു വെച്ച് മുന്നോട്ട് പ്രവർത്തിക്കാൻ കഴിയണമെന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതായത് നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കുവാനുള്ള ശ്രമം പാകിസ്ഥാനുമായി ചേർന്ന് ഇവർ നടത്തിയിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും പറഞ്ഞു വെക്കുന്നത്. ഏതായാലും വളരെ ഗുരുതരമായ ആരോപണമാണ് ഈ ഗൗരവ് ഗൊഗോയിയുടെ ഭാര്യ എലിസബത്തിനെതിരെയും ഗൗരവ് ഗൊഗോയ്ക്കെതിരെയും അസം മുഖ്യമന്ത്രി ഉയർത്തുന്നത്. നിലവിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഇതിന്മേൽ യാതൊരുവിധ മറുപടിയും വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. സുരേഷ്. യെസ്, നന്ദഗോപൻ, ഡൽഹിയിൽ നിന്നും.